ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്. നമ്മൾ ഓരോ ദിവസവും നമുക്കറിയാമല്ലേ, ഓരോ ദിവസവും നമ്മൾ ഓരോ ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. അത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും നമുക്ക് ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് വരുന്ന എക്സാംസിന് ഇങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ. നാഷണൽ ഡേയ്സ് ഇൻ്റർനാഷണൽ ഡേയ്സ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. ജാനുവരി ടു ഡിസംബർ വരെയുള്ള ദിവസങ്ങൾ, ഓരോ ദിവസങ്ങളിലും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഗ്രൂപ്പ് ഡി കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ പ്ലേ ലിസ്റ്റ് ഐക്കാർട്ടിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഐശ്വര്യമായിട്ട് ഗ്രൂപ്പ് ഡിയുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളുക. പിന്നെ എന്താണ് പറഞ്ഞു തരാനുള്ളത്? നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. ക്ലാസ്സുകളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. കാണുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ജാനുവരി 1 ന്യൂ ഇയർ എന്ന് പറയരുത്, ഗ്ലോബൽ ഫാമിലി ഡേ ആണ്. ഓക്കെ, ഗ്ലോബൽ ഫാമിലി ഡേ ആണ്. അതുപോലെ എന്താണ്, വേൾഡ് പീസ് ഡേയും കൂടെയാണ് ജാനുവരി 1 എന്ന് പറയുന്നത്. ജനുവരി 1 തീയതി ഗ്ലോബൽ ഫാമിലി ഡേയും വേൾഡ് പീസ് ഡേയും ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഓക്കെ, 4 തീയതി വേൾഡ് ബ്രെയിലി ഡേ ആണ്. ബ്രെയിലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, കണ്ണ് കാണാത്തവർ, ആ ഒരു ലിപിയാണ് ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. സോ ജാനുവരി 4 എന്ന് പറഞ്ഞാൽ വേൾഡ് ബ്രെയിലി ഡേ ആണ്. ജാനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്, NRI ഡേ ആണ്. നമ്മൾ ഇന്ത്യയിലെ പ്രവാസികളുടെ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്നാണ് ജാനുവരി 9 തീയതിയാണ് ആചരിക്കുന്നത്. 10 തീയതി വേൾഡ് ഹിന്ദി ഡേ ആണ്. ലോക ഹിന്ദി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്, ജാനുവരി 10 ആചരിക്കുന്നത്. 12 തീയതി നാഷണൽ യൂത്ത് ഡേ, യുവജന ദിനമാണ്. ആരുടെ ബർത്ത്ഡേ ആണ്? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിവസമാണ്. ജനുവരി 12 നാഷണൽ യൂത്ത് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. 26 തീയതി നമുക്കറിയാം എന്താണ്, റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ ആണ്. 30 തീയതി മാർട്ടേഴ്സ് ഡേ ആണ്. മാർട്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രക്തസാക്ഷി ദിനം എന്നാണ് നമ്മൾ ജാനുവരി 30 ആചരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ജനുവരിയിലുള്ള ദിവസങ്ങൾ: 1 തീയതി ഗ്ലോബൽ ഫാമിലി ഡേ, വേൾഡ് പീസ് ഡേ. 4 വേൾഡ് ബ്രെയിലി ഡേ. 9 പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ NRI ഡേ. 10 വേൾഡ് ഹിന്ദി ഡേ. 12 നാഷണൽ യൂത്ത് ഡേ, സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ ദിവസം. 26 റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ. ജാനുവരി 30 മാർട്ടിയേഴ്സ് ഡേ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ. ഫെബ്രുവരിയിലുള്ളത് നോക്കാം. ഫെബ്രുവരി 2 തീയതി വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. 6 തീയതി ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ഫോർ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. അപ്പം ഫെബ്രുവരി 6 നമ്മൾ എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ ടോളറൻസ് ഫോർ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. അങ്ങനെ ആ ഒരു ദിവസമായിട്ടാണ് നമ്മൾ ഫെബ്രുവരി 6 ആചരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇത് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒന്നും ഡീറ്റെയിൽസ് അറിയില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഡേറ്റുകൾ മാത്രം അറിഞ്ഞു പോയാൽ മതി എന്നുള്ളവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ അത് കാണാതെ പോകും. അപ്പൊ അവർക്ക് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഡേറ്റുകളും ആ ദിവസത്തിന്റെ പ്രത്യേകതകളും മാത്രം പറഞ്ഞു പോകുന്നുണ്ട്. ഇതല്ലാണ്ട് നമ്മൾ ഈ ദിവസങ്ങൾ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ ദിവസത്തിന്റെയും എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ് പോലെ അല്ലെങ്കിൽ ഡെയിലി ഡോസ് പോലെ നമ്മൾ ക്ലാസ്സുകൾ തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ വേറെ എവിടെയും തിരഞ്ഞു പോകണ്ട, നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജാനുവരി 12 ഡാർവിൻ ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ജാനുവരി 21 ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ, ലോക മാതൃഭാഷാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമായിട്ട് ഫെബ്രുവരി 21 ആചരിക്കുന്നത്. ഫെബ്രുവരി 28 എന്താണ്, നാഷണൽ സയൻസ് ഡേ. ഓക്കെ, ദേശീയ ശാസ്ത്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്, ഫെബ്രുവരി 28 ആചരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഫെബ്രുവരിയിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഡേയ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക.
അടുത്തത് മാർച്ച് ആണ്. മാർച്ച് 1 സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ, ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടാവരുത് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ദിവസമാണ്. പിന്നെന്താണ്, വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ആയിട്ടും നമ്മൾ എന്ത് ആഘോഷിക്കുന്നുണ്ട്, മാർച്ച് 1 ആചരിക്കുന്നുണ്ട്. മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. ഓക്കെ, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ് മാർച്ച് 3. അതുപോലെ വേൾഡ് ഹിയറിംഗ് ഡേ, കേൾവി ദിനമായിട്ടും മാർച്ച് 3 നമ്മൾ ആചരിക്കുന്നത്. മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ്. ഓക്കെ, ലോക വനിതാ ദിനം, അന്താരാഷ്ട്ര വനിതാ ദിനമാണ് മാർച്ച് 8. മാർച്ച് 14 പൈ ഡേ ആണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ റിവേഴ്സ്, നദികളുടെ കാര്യങ്ങൾക്കായിട്ടുള്ള ദിവസം എന്ന് നമ്മൾ പറയുന്നത് എന്നാണ്, മാർച്ച് 14 അന്ന് തന്നെയാണ് മാക്സിലെ പൈ ഡേ ആയിട്ടും നമ്മൾ ആചരിക്കുന്നത്. മാർച്ച് 15 വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ, ഉപഭോക്തൃ അവകാശ ദിനമായിട്ടാണ് മാർച്ച് 15 നമ്മൾ ആചരിക്കുന്നത്. മാർച്ച് 22 എന്താണ്, വേൾഡ് വാട്ടർ ഡേ ആണ്. ഓക്കെ, മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ ആണ്. മാർച്ച് 23 വേൾഡ് മീറ്റിയോറോളജിക്കൽ ഡേ ആണ്. ഓക്കെ, മാർച്ച് 23 എന്താണ്, വേൾഡ് മീറ്റിയോറോളജിക്കൽ ഡേ. മാർച്ച് 24 ആണെങ്കിൽ വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ, ലോക TB ദിനമായിട്ടാണ് നമ്മൾ മാർച്ച് 24 ആചരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? മാർച്ചിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഏപ്രിൽ ആണ്. ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഏപ്രിൽ 5 നാഷണൽ മാരിടൈം ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഏപ്രിൽ 5 നാഷണൽ മാരിടൈം ഡേ. ഏപ്രിൽ 7 ആണെന്നുണ്ടെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടാണ്, ലോകാരോഗ്യ ദിനമായിട്ടാണ് ഏപ്രിൽ 7 ആചരിക്കുന്നത്. ഏപ്രിൽ 10 ആണെങ്കിൽ വേൾഡ് ഹോമിയോപ്പതി ഡേ, ലോക ഹോമിയോ ദിനമായിട്ടാണ് ഏപ്രിൽ 10 നമ്മൾ ആചരിക്കുന്നത്. ഏപ്രിൽ 18 ആണെന്നുണ്ടെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. ഓക്കെ, ഏപ്രിൽ 22 എന്താണ്, എർത്ത് ഡേ ആണ് ഏപ്രിൽ 22. അപ്പൊ ഏപ്രിലിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്തത് മെയ് ആണ്. മെയ് 1 ഇന്റർനാഷണൽ ലേബർ ഡേ, ലോക തൊഴിലാളി ദിനമാണ് മെയ് 1. മെയ് 3 ആണെങ്കിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ, ലോക പത്രസ്വാതന്ത്ര്യ ദിനമായിട്ടാണ് നമ്മൾ മെയ് 3 ആചരിക്കുന്നത്. മെയ് 8 ആണെന്നുണ്ടെങ്കിൽ വേൾഡ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് ഡേ, റെഡ് ക്രോസ് ഡേ എന്നാണ്. മെയ് 8 ആണ് വേൾഡ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. മെയ് 11 ആണെങ്കിൽ നാഷണൽ ടെക്നോളജി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. മെയ് 15 ആണെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ്, കുടുംബങ്ങളുടെ അന്താരാഷ്ട്ര കുടുംബ ദിനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഫാമിലി ഡേ എന്ന് നമ്മൾ ആചരിക്കുന്നത് മെയ് 15 ആണ്. മെയ് 31 ആണെങ്കിൽ വേൾഡ് നോ ടുബാക്കോ ഡേ, പുകയില വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 31 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ആ ദിവസങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ജൂണിലെ ദിവസങ്ങൾ നോക്കാം. ജൂൺ 1 എന്താണ്, ഗ്ലോബൽ പാരന്റ്സ് ഡേ ആണ്. ഓക്കെ, ഗ്ലോബൽ പാരന്റ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ജൂൺ 1 ആണ്. ജൂൺ 5 ആണെന്നുണ്ടെങ്കിൽ വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്, ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ജൂൺ 8 ആണെങ്കിൽ എന്താണ്, ലോക സമുദ്ര ദിനമാണ്, ഓഷ്യൻസ് ഡേ ആണ് ജൂൺ 8 എന്ന് പറയുന്നത്. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ്, രക്തദാന ദിനമായിട്ടാണ് നമ്മൾ എന്ത് ആചരിക്കുന്നത്, ജൂൺ 14 ആചരിക്കുന്നത്. ജൂൺ 20 ആണെങ്കിൽ വേൾഡ് റെഫ്യൂജി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ജൂൺ 21 ആണെങ്കിൽ ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ജൂണിലെ ദിവസങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ജൂലൈ. ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ജൂലൈ 11 ആണെന്നുണ്ടെങ്കിൽ വേൾഡ് പോപ്പുലേഷൻ ഡേ, ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 11 ആണ്. ജൂലൈ 12 എന്താണ്, വേൾഡ് മലാല ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ജൂലൈ 18 നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ജൂലൈ 28 ആണെങ്കിലോ വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ, ലോക പരിസ്ഥിതി സംരക്ഷണ ദിനമായിട്ടാണ് നമ്മൾ ജൂലൈ 28 ആഘോഷിക്കുന്നത്. ജൂലൈ 29 ആണെങ്കിൽ ഇന്റർനാഷണൽ ടൈഗർ ഡേ ആണ്, അന്താരാഷ്ട്ര കടുവ ദിനം എന്നാണ് നമ്മൾ ജൂലൈ 29 ആചരിക്കുന്നത്. അപ്പൊ ജൂലൈയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സും ഇവന്റ്സും നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓഗസ്റ്റിലെ നോക്കാം. ഓഗസ്റ്റിലെ 6 ഹിരോഷിമ ഡേ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ജപ്പാനിലെ ഹിരോഷിമയിൽ എന്തിട്ടതാണ്, ആറ്റം ബോംബ് ഇട്ട ദിവസമാണ് ഓഗസ്റ്റ് 6.
ദെൻ ഓഗസ്റ്റ് 9 എന്താണ്, നാഗാസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസമാണ്. അതുപോലെ തന്നെ 9-ാം തീയതി എന്തും കൂടെ ഉണ്ട്, ക്വിറ്റ് ഇന്ത്യ ഡേ ആണ്. ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. പിന്നെന്താണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് ദ വേൾഡ്സ് ഇൻഡിജീനിയസ് പീപ്പിൾ ഡേ ആയിട്ടും നമ്മൾ എന്താണ് ആഘോഷിക്കുന്നത്, ഓഗസ്റ്റ് 9 ആണ് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 12 ആണെങ്കിൽ ഇന്റർനാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ. ദെൻ ഓഗസ്റ്റ് 15 ആണെങ്കിൽ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഓഗസ്റ്റ് 19 വേൾഡ് ഫോട്ടോഗ്രഫി ഡേ ആണ്. ദെൻ ഓഗസ്റ്റ് 29 എന്താണ്, നാഷണൽ സ്പോർട്സ് ഡേ ആണ്. നാഷണൽ സ്പോർട്സ് ഡേ എന്താണ്, മേജർ ധ്യാൻചന്ദിന്റെ ബർത്ത്ഡേ ദിവസമാണ് നമ്മൾ എന്താ ആചരിക്കുന്നത്, നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓഗസ്റ്റിലെ ദിവസങ്ങൾ എന്താണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുമുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 5-ാം തീയതി ടീച്ചേഴ്സ് ഡേ ആണ്. അത് എന്താണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ബർത്ത്ഡേ, പിറന്നാൾ ദിവസമാണ് നമ്മൾ എന്താചരിക്കുന്നത്, ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 8 ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണ്. ഓക്കെ. സെപ്റ്റംബർ 14 ആണെങ്കിൽ ഹിന്ദി ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. സെപ്റ്റംബർ 15 എന്താണ്, എം വിശ്വേശ്വരയ്യയുടെ ബർത്ത്ഡേ ആണ്. അത് നമ്മൾ എന്തായിട്ടാണ്, അദ്ദേഹത്തിനോടുള്ള ആദരമായിട്ട് സെപ്റ്റംബർ 15 നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. സെപ്റ്റംബർ 16 ആണെങ്കിൽ വേൾഡ് ഓസോൺ ഡേ ആണ്. സെപ്റ്റംബർ 27 വേൾഡ് ടൂറിസം ഡേ ആണ്. ആൻഡ് സെപ്റ്റംബർ 29 എന്താണ്, വേൾഡ് ഹാർട്ട് ഡേ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ സെപ്റ്റംബറിലുള്ള ദിവസങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒക്ടോബർ ആണ്. ഓക്കെ. ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ആണ് ഒക്ടോബർ 1-ാം തീയതി നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ. അന്താരാഷ്ട്ര വൃദ്ധജന ദിനം എന്നാണ് നമ്മളത് പറയുന്നത്. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ആണ് അല്ലെ, മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേ. അതുപോലെ തന്നെ എന്താണ്, അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ടും നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ 2-ാം തീയതിയാണ്. ഒക്ടോബർ 4 വേൾഡ് അനിമൽ വെൽഫെയർ ഡേ ആണ്, മൃഗസംരക്ഷണ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഒക്ടോബർ 8-ാം തീയതി ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആണ്. ഓക്കെ. ഇന്ത്യൻ വ്യോമസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 8 ആണ്. ഒക്ടോബർ 10 എന്താണ്, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 10 ആണ്. ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻസ് ഡേ, UN ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ 24 ആണ്. UN ഫൗണ്ടേഷൻ ഡേ ആണ് ഒക്ടോബർ 24. അപ്പൊ എന്താണ്, ഒക്ടോബറിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് നവംബറിലാണ്. നവംബർ 9-ാം തീയതി ലീഗൽ സർവീസസ് ഡേ, നിയമ സേവനങ്ങളുടെ ദിവസമായിട്ടാണ് നമ്മൾ നവംബർ 9 ആചരിക്കുന്നത്. നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേ, വേൾഡ് ഡയബറ്റീസ് ഡേ കൂടെയാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ആലോചിച്ച് വെക്കാം, കുട്ടികൾ മധുരം ഇഷ്ടമാണ്. സോ നവംബർ 14 എന്തും കൂടെയാണ്, വേൾഡ് ഡയബറ്റീസ് ഡേയും കൂടെ ആണ്. ഓക്കെ. നവംബർ 19 ആണെങ്കിൽ ഇന്റർനാഷണൽ മെൻസ് ഡേ ആണ്. നവംബർ 19 എന്താണ്, ഇന്റർനാഷണൽ മെൻസ് ഡേ. നവംബർ 26 എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നത് നവംബർ 26 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നവംബറിലെ ദിവസങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡിസംബർ 1. ഡിസംബർ 1-ാം തീയതി വേൾഡ് എയ്ഡ്സ് ഡേ, ലോക എയ്ഡ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. ഡിസംബർ 3 എന്താണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ, വൈകല്യബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആൾക്കാരുടെ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 3-ാം തീയതിയാണ്. ഡിസംബർ 4 ഇന്ത്യൻ നേവി ഡേ ആണ്. ഓക്കെ. ഇന്ത്യയിലെ നേവി ദിനമായിട്ട്, നാവിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 4 ആണ്. ഡിസംബർ 7 എന്താണ്, ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ ആണ്. ഓക്കെ. ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഡിസംബർ 7-ാം തീയതിയാണ്. ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. ഓക്കെ. ഡിസംബർ 10 എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. അപ്പൊ 12 മാസങ്ങളിലായിട്ട് എന്തൊക്കെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവന്റ്സ് ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു തന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസത്തിന്റെയും നമ്മൾ എന്താണ് പ്രത്യേകത എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. അപ്പൊ അത് മറക്കാതെ തന്നെ എല്ലാവരും കാണുക. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകട്ടെ കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്